കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27, 28, 29 വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആരും പെർഫെക്റ്റ് അല്ല. ചിലരൊക്കെ വളരെ പെർഫെക്ഷൻ കളിക്കും. ഞാൻ ആരാന്നറിയാമോ? ഞാൻ ദൈവം ക്രിസ്തുവിലൂടെ അല്ലാതെ നമ്മളെ കണ്ടാൽ ആരൊക്കെയാന്ന് അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. നിങ്ങൾ പറയാം മണ്ടനാ, അതാ നിങ്ങളുടെ യോഗ്യത. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ബലഹീനനെ തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ഞാൻ കുലഹീനനാ, നികൃഷ്ടനാ, ഒന്നുമല്ലെന്ന് പറഞ്ഞാൽ അതാ നിങ്ങളുടെ യോഗ്യത. അതാ നിങ്ങളുടെ യോഗ്യത. വായിച്ചു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം നീതി അവിടെ പ്രഖ്യാപിക്കാനല്ല, ഞാൻ ഇതൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവം ക്രിസ്തുവിലൂടെ അല്ലാതെ നിങ്ങളെ എന്നെ കണ്ടാൽ ഉള്ള ക്വാളിഫിക്കേഷൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നികൃഷ്ടൻ, ബലഹീനൻ, ഒരു വകുപ്പും പറയാനില്ലാത്തവൻ. നമ്മുടെ ആകെപ്പാടെ യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന അടുത്ത വാക്യം. നിങ്ങളോ പിതാവിനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നതാ യോഗ്യത. നോട്ട് എ പെർഫെക്ഷൻ ഓഫ് മാൻ. ഒരു മനുഷ്യന്റെ പെർഫെക്ഷൻ അല്ല അവിടെ കാണുന്നത്. വായിച്ചു. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ പിതാവിനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അതാ നമ്മുടെ യോഗ്യത.